അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു മുസ്ലിമായിരുന്നില്ലാത്ത കാലത്ത് ഹിറക്കിൽ രാജാവിനെ കാണാൻ ചെന്നപ്പോൾ ആ രാജാവ് ചില ചോദ്യങ്ങൾ ചോദിച്ചില്ലേ? രാജാവ് നല്ല ബുദ്ധിയുള്ള ആളാണ്, ഭയങ്കര ബുദ്ധിയുള്ള ആളാണ് ഹിറക്കിൽ രാജാവ്. അദ്ദേഹത്തിൻ്റെ ചോദ്യങ്ങൾ വളരെ കണിശമായിരുന്നു. നബിതങ്ങളുടെ ശത്രുവാണ് ചോദിക്കുന്ന രാജാവ്, നബിതങ്ങളുടെ ശത്രുവായിരുന്നു എന്ന് അബൂ സുഫിയാൻ എന്നവർ മറുപടി പറയുന്ന ആൾ. പക്ഷേ ആ ചോദ്യവും മറുപടിയും അത് വളരെ മനോഹരമായിപ്പോയി. അബൂ സുഫിയാൻ എന്നവർ പറയുന്നുണ്ട്, രാജാവ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ അറബികളല്ലേ? അപ്പം അവർ ഫലസ്തീനിലാണ്. നിങ്ങൾ കച്ചവടത്തിന് വന്നതാണല്ലേ? അതെ, എനിക്ക് നിങ്ങളുടെ നാട്ടിലെ പ്രവാചകനെക്കുറിച്ച് ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. പക്ഷെ കളവ് പറയരുത്, സത്യമേ പറയാവൂ. അതുകൊണ്ട് നേതാവ് മുമ്പിൽ എൻ്റെ മുഖത്തേക്ക് നോക്കിയിരിക്കണം, അനുയായികൾ കൂടെ യാത്ര ചെയ്തു വന്നവർ ബാക്കിൽ എന്നെ നോക്കി നിൽക്കണം. എങ്ങാനും ഈ നേതാവ് കളവ് പറഞ്ഞാൽ ഒന്ന് കൈപൊക്കി കാണിക്കണം. അബൂ സുഫിയാൻ പറയാം, ഒന്നും നടന്നില്ല, ഒരു കളവ് പോലും വെച്ചു കൊടുക്കാൻ പറ്റാത്തത് ഞാൻ കുടുങ്ങിപ്പോയി. ആ ചോദിച്ച ചോദ്യങ്ങൾ വളരെ വ്യക്തമാണ്, ദീർഘമായ ഹദീസിൽ കാണാൻ പറ്റുമത്, സീറകളിൽ കാണാൻ പറ്റുമത്. ഈ നബിയെ നിങ്ങൾ അറിയുമോ? ഞങ്ങൾക്കറിയാം. അബൂ സുഫിയാൻ എന്നവർ മറുപടി പറയാം, അന്ന് ശത്രുവാണ്. അബൂ സുഫിയാൻ എന്നവർ ബദറിലും മുഹദിലും ഖന്തഖിലും പിന്നെ ശത്രുപക്ഷത്തിൻ്റെ നേതാവാണ്, ഖന്തഖിലെ നേതാവാണ്, ഖുറൈശികളുടെ നേതാവായിരുന്നു ബദറിലും മുഹദിലും. ആലോചിച്ച് നോക്കണേ. അപ്പം അതിൻ്റെ തൊട്ടു അടുത്ത കാലഘട്ടങ്ങളിൽ നടന്നതാണ് ഈ സംഭവം. ഹിറഖിൽ രാജാവിൻ്റെ ചോദ്യം നിങ്ങൾ അറിയുമോ? അറിയും. ഹൽ ജറബ്തും അലൈഹി കദിബ, ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഈ ഹബീബ് നിങ്ങളോട് നുണ പറഞ്ഞിട്ടുണ്ടോ? നിങ്ങളുടെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല, കളവ് പറഞ്ഞതായിട്ട്. ഇപ്പം അടുത്തൊരു സംഭവത്തെ സംബന്ധിച്ച് പറയുന്നു, അത് മാത്രമേ ഒരു കളവായിട്ട് ഞങ്ങൾക്കറിയുള്ളൂ. എന്താ സംഭവം? അത് ഞങ്ങളുടെ നാട് മക്കയിൽ നിന്ന് അങ്ങയുടെ ഈ ഈലിയായിലേക്ക്, ജെറൂസലേമിലേക്ക് ഒരു രാത്രി കൊണ്ട് യാത്ര ചെയ്തു വന്നെന്നും ഇവിടുന്ന് ആകാശലോകങ്ങളിൽ പോയി തിരിച്ചു വന്നു എന്നും പറയുന്ന ഒരു ഇസ്രാ മിഅ്റാജ് എന്ന് പറയുന്നൊരു സംഭവം, അത് ഞങ്ങൾക്ക് കളവാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അതെന്നാ? അത് റജബിലായിരുന്നു. റജബിലിപ്പോൾ റജബിൻ്റെ അവസാനം, റജബ് 27. അപ്പോഴാണ് സദസ്സിലിരിക്കുന്ന ഒരു പാട്രിയാർക്കീസ് ഈ സംഭവം മഹാനായ അല്ലാമ ഇബ്നു കസീർ എന്നവർ തഫ്സീറിൽ ഉദ്ധരിച്ചിട്ടുണ്ടല്ലോ, നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. അത് അദ്ദേഹമാണ് ഇടപെട്ടുകൊണ്ട് പറഞ്ഞത്, രാജാവേ ഞാനെന്ന് പറഞ്ഞോട്ടെ, എനിക്കന്ന് ഓർമ്മയുണ്ട്. ആ ദിവസം അഖ്സാ പള്ളിയുടെ വാതിലെന്ന് എനിക്ക് അടക്കാൻ പറ്റാതെ പോയൊരു ദിവസമായിരുന്നു അത്. വാതിലങ്ങ് ഭാരം കൂടി ജാമായിരിക്കുകയാണ്. ആശാരിമാരെ കൊണ്ടുവന്ന് അവരൊക്കെ പറഞ്ഞ് ബിൽഡിംഗ് ഇരുന്നിരിക്കുകയാണ്, ഒന്നും രാത്രി ചെയ്യാൻ പറ്റില്ല, അടക്കാൻ പറ്റില്ല. അതുകൊണ്ട് നാളെ രാവിലെ വന്നിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാം. അങ്ങനെ അഖ്സാ പള്ളിയുടെ മെയിൻ കവാടം തുറന്നിട്ടുകൊണ്ട് ഞങ്ങൾ പോയൊരു ദിവസം. പിറ്റേന്ന് രാവിലെ ഞാൻ വന്നു നോക്കുമ്പോൾ നൂറുകണക്കിന് ആളുകളുടെ കാൽപ്പാട് ഞാൻ അഖ്സായുടെ മുറ്റത്ത് കണ്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അള്ളാഹുവിൻ്റെ പ്രവാചകന് വേണ്ടി അള്ളാഹു അത് തുറന്നിട്ടതായിരിക്കണം. അപ്പോൾ അബൂ സുഫിയാൻ ആ പറഞ്ഞത് നുണയല്ല എന്നവിടെ മുമ്പിൽ തന്നെ ബോധ്യപ്പെടുകയാണ്. പിന്നെ രാജാവ് ചോദിച്ച ചോദ്യം, ഈ പ്രവാചകരുടെ കൂടെ കൂടുന്ന ആളുകളിൽ അധിക കൂറും മുതലാളിമാരാണോ മിസ്കീന്മാരാണോ? അപ്പോൾ പറഞ്ഞു, മസാക്കീൻ, മിസ്കീന്മാരാണ് കൂടുതൽ. അവരുടെ എണ്ണം കൂടുകയാണോ കുറയുകയാണോ? കൂടുകയാണ്. പിന്നെ ചോദിച്ചു, പ്രവാചകരുടെ കൂടെ കൂടിയ ആളുകൾ ആരെങ്കിലും ആ പ്രവാചകനെ നേരിട്ട് കണ്ട് പരിചയപ്പെടുമ്പോൾ സഖ്തത്തുൻ മിൻഹു, ആ പ്രവാചകരോട് ദേഷ്യം തോന്നിയിട്ട് ഇസ്ലാം വിട്ടു പോകുന്നുണ്ടോ? ഒരിക്കലുമില്ല. അവരെ നേരിട്ട് പരിചയപ്പെട്ട ഒരാളും ഇസ്ലാം വിട്ടു പോന്നിട്ടില്ല. അങ്ങനെയാണല്ലേ? കാര്യങ്ങളൊക്കെ പറഞ്ഞു. എങ്ങനെയാണ് നിങ്ങൾ തമ്മിലുള്ള യുദ്ധം? അപ്പോൾ ചിലപ്പോൾ അവർ ജയിക്കും, ചിലപ്പോൾ ഞങ്ങൾ ജയിക്കും. അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഹിറഖിൽ രാജാവ് പറഞ്ഞു, ഇൻകാന കമാ ഖുൽത്, നിങ്ങൾ പറഞ്ഞതുപോലെ എനിക്ക് ആൻസർ തന്നതുപോലെയാണ് ഈ പ്രവാചകൻ്റെ ജീവിതമെങ്കിൽ, ഞാൻ ചോദിച്ചതിൻ്റെ ഉത്തരം ശരിയാണെങ്കിൽ, വല്ലാഹി ലയംലികന്ന മൗദിഅ ഖദമി ഹാദാ, ഞാൻ നിൽക്കുന്ന എൻ്റെ കാല് വെച്ച ഈ സ്ഥലം ആ പ്രവാചകന് വന്ന് കീഴടക്കുമെന്ന കാര്യം ഉറപ്പാണ്. സുബ്ഹാനല്ലാഹ്. ഇസ്ലാം ഫലസ്തീനിലെത്തി, യൂറോപ്പിലെത്തി. എവിടെയെല്ലാം സൂര്യോദയമുണ്ടോ സൂര്യാസ്തമയമുണ്ടോ അവിടെയൊക്കെ വാങ്കുലികൾ ഉയരുന്ന ഒരു ഘട്ടത്തിലേക്ക് ഇസ്ലാം വളർന്നു. ലയംലികന്ന മൗദിഅ ഖദമി ഹാദാ, ഇത് അല്ലാഹു തആല പറയിപ്പിച്ചത് നബിയുടെ ശത്രുവിൻ്റെ നാവിലൂടെ. ആ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞതും ഹബീബിൻ്റെ ശത്രുവായിരുന്നു അന്ന് അബൂ സുഫിയാൻ എന്നവർ റളിയല്ലാഹു അൻഹു. പിന്നീട് മുസ്ലിമായി. നമ്മൾ അത് ഒരിക്കലും അവരെ പറ്റി വിഷമം വിചാരിക്കാൻ പാടുള്ളതല്ല. ഇന്നൽ ഇസ്ലാമ യജുബ്ബു മാ കാന ഖബ്ല,
ഇസ്ലാം സ്വീകരിച്ചു കഴിഞ്ഞാൽ അതിന് മുമ്പ് ചെയ്തു പോയതെല്ലാം അള്ളാഹു തുടച്ച് വൃത്തിയാക്കി കൊടുക്കുമെന്നല്ലേ പറഞ്ഞത്. ഇന്നൽ ഇസ്ലാം യജുബ്ബു മാ കാന ഖബ്ല. മഹാനായ അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹുവാണ് ഇപ്പോൾ റളിയല്ലാഹു അൻഹുവാൻ ഹബീബായ നബി തങ്ങളുടെ ദീനിലേക്ക് കടന്നു വരാൻ അവസാനം സമയമെടുത്ത ആളാണ്. പക്ഷേ ഹസുന ഇസ്ലാമുഹു, വല്ലാത്ത ഇസ്ലാമായിരുന്നു. ഒരുപാട് കരഞ്ഞു പോയിട്ടുണ്ട്. എൻ്റെ കഴിഞ്ഞ കാലം എനിക്ക് ഒരുപാട് നഷ്ടമായി.